സങ്കീർത്തനങ്ങൾ 127 ഒന്നാമത്തെ വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ജീവ വചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മാനുഷിക കരുതലുകൾ തീരും, സ്വർഗീയ കരുതൽ തുറക്കും എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൊടുപ്പറപ്പുകളെ അനുഗ്രഹവും മാന്യതയും തങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരായി ആരുമില്ലല്ലോ. ദൈവാശ്രയമില്ലാത്തവരുടെ ജീവിതത്തിൽ അവരുടെ പ്രയത്നം വൃഥ ആയി പോകുന്നതും സമാധാനവും സന്തോഷവും ഇല്ലാതായി പോകുന്നതും സാധാരണമാണ്. എന്നാൽ ദൈവാശ്രയവും ദൈവകൃപയും പകരപ്പെടുന്നവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ നടുവിൽ അവർ അത്ഭുതകരമായി നടത്തപ്പെടുകയും സമാധാനവും സന്തോഷവും അനുഭവിച്ച് മാന്യതയും അനുഗ്രഹവും ഉള്ളവരായി കഴിയുകയും ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ട ഒരുവന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്ന ഒരു ദൂത് സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. പ്രിയരെ, കർത്താവിൽ ആശ്രയിക്കാതെയുള്ള, കർത്താവ് അനുവദിക്കാതെയുള്ള സകല അധ്വാനങ്ങളും വൃഥ അധ്വാനമായി തീരും. കർത്താവിനെ കൂടാതെയുള്ള സകല ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഏത് ശ്രമങ്ങളും അപര്യാപ്തമായതുമാണ്. നമുക്ക് ആവശ്യമായ എല്ലാവിധ ജീവിത ക്രമീകരണങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായി നാം കർത്താവിൽ ആശ്രയിക്കണം. നമ്മുടെ എല്ലാവിധ ജീവിത വ്യാപാരങ്ങളിലും ദൈവിക ഇടപെടലും ദൈവിക പരിപാലനവും ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം വ്യക്തമായി തിരിച്ചറിയുന്നവരായിരിക്കണം. അതിൻ പ്രകാരമായിരിക്കണം നമുക്ക് കർത്താവിങ്കലുള്ള ആ ആശ്രയം. പ്രിയരെ, മനുഷ്യന്റെ കരുതൽ തീരുന്നതും അവന്റെ പ്രതീക്ഷകൾ തകർന്നു പോകുന്നതുമാണ്. കനാവിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. കർത്താവിനെ കൂടാതെയുള്ള കരുതൽ അവിടെ തീർന്നുവെങ്കിലും കർത്താവ് അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന ഏക കാരണത്താൽ ആ ഭവനത്തിന്റെ കുറവ് പരിഹരിക്കപ്പെട്ടു. ആ ഭവനത്തിന്റെ അപമാന ഭാരം മാറിപ്പോയി.
ആ വീട്ടിൽ നടന്നത് ഒരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. അത് വലിയ ഒരു അപമാനത്തിനും തകർച്ചയ്ക്കും കാരണമാകാമായിരുന്ന ഒരു വിഷയവുമായിരുന്നു. അവർ വിവാഹ വിരുന്നിനായി കരുതിയിരുന്ന വീഞ്ഞ് തീർന്നുപോയി. ആവശ്യാനുസരണം അവർ വീഞ്ഞ് കരുതിയിരുന്നു എന്ന് നമുക്കറിയാം. ആ കരുതൽ മതിയാകുമെന്ന് ആ വീട്ടുകാർ ചിന്തിച്ചിരുന്നതാകും. ഒരു കുറവും വരാനില്ല. ക്ഷണിക്കപ്പെട്ട എല്ലാവരെയും വീഞ്ഞു പകർന്ന് തൃപ്തരാക്കി വിവാഹ സൽക്കാരം കെങ്കേമമാക്കാമെന്ന് അവർ കരുതിയിരുന്നു. വീട്ടുകാരുടെ കരുതലും മണവാളന്റെ പ്രതീക്ഷയും വിരുന്നുവാഴിയുടെ ലക്ഷ്യവുമെല്ലാം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. വലിയൊരു മാന്യത ആ വിരുന്ന് കഴിയുമ്പോഴേക്കും അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവരുടെ ബുദ്ധിപരമായ സകല ക്രമീകരണങ്ങളും പാഴ്വേല പോലെയായി തീരുവാൻ തുടങ്ങുന്നു. ഒരിക്കലും മാറ്റുവാനാവാത്ത ഒരു അപമാന ഭാരം ആ വീടിന്റെ മേൽ, ആ മണവാളന്റെ മേൽ ചാർത്തിക്കിട്ടാൻ പോവുകയാണ്. എന്നാൽ ആ വീടിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ക്രിസ്തുവേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒരു അത്ഭുതം നടക്കുവാൻ ഇടയായി. കർത്താവിൻ്റെ പ്രവൃത്തിയാൽ ആ വീടിന് ഏറിയ മാന്യതയാണ് കൈവന്നത്. മാനുഷിക ക്രമീകരണങ്ങളും കരുതലുകളുമെല്ലാം എത്രയേറെ ശ്രേഷ്ഠമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും പ്രിയരെ, അവയൊക്കെ പരാജയപ്പെടും. എന്നാൽ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഏത് പരാജയങ്ങളും വിജയങ്ങളായി പരിണമിക്കും. ആ കല്യാണ വീടിന്റെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിയപ്പോൾ അവരെ സംതൃപ്തരാക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏത് കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകാം. എന്നാൽ പ്രതീക്ഷകൾ അറ്റുപോയ ഒരു വ്യക്തിയാണോ താങ്കൾ? എങ്കിൽ നിങ്ങളെ സംതൃപ്തനാക്കുവാൻ, പ്രിയരെ, നിങ്ങൾക്ക് മാന്യത കൽപ്പിച്ചു തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും എന്ന് തിരിച്ചറിഞ്ഞ് അവനിൽ മാത്രം ആശ്രയിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല വിഷമതകൾക്കും സന്തോഷമില്ലായ്മകൾക്കും സംതൃപ്തിയില്ലായ്മകൾക്കും കാരണം ക്രിസ്തുവിനെ കൂടാതെയുള്ള പണിയും ശ്രമങ്ങളുമായിരുന്നു എന്ന് സമ്മതിക്കാമോ? എങ്കിൽ കർത്താവ് പണിയും, കർത്താവ് കാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വിഷമതകൾ പരിഹരിക്കപ്പെടും. നിങ്ങൾ കർത്താവിനാൽ സന്തോഷപൂർണരാകുവാനിടയായിത്തീരും. വീഞ്ഞ് സന്തോഷത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അതേ പ്രിയരെ, നിങ്ങളുടെ വീഞ്ഞ് തീർന്നിരിക്കുന്നുവോ? നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ലയോ? പിറുപിറുപ്പും മ്ലാനതയും നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കുന്നുവോ? നിങ്ങൾ വീഞ്ഞുണ്ടാക്കുവാൻ കർത്താവ് നിങ്ങളോട് ചിലത് ആവശ്യപ്പെടുവാൻ തുടങ്ങുന്നു. അത് എന്ത് എന്ന് ആരാഞ്ഞറിഞ്ഞ് പൂർണ്ണ മനസ്സോടെ അതനുസരിക്കുവാൻ തുനിയുക. അതേ പ്രിയരെ, കർത്താവിനോട് ചേർന്ന് നിങ്ങളുടെ സന്തോഷപൂർണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ സകല വിഷമതകളും മാറ്റപ്പെടും. അനേക ദിവസങ്ങളുടെ പരിണിത പ്രക്രിയയിൽ കൂടെ ഉണ്ടാകുന്ന വീഞ്ഞ് കർത്താവിൻ്റെ ഒരു വാക്കിനാൽ നിങ്ങളിൽ പെട്ടെന്ന് ഉളവാകും. അത് നിങ്ങൾക്ക് കോരി മറ്റുള്ളവർക്ക് വിളമ്പുവാനുള്ളതും ഉണ്ടാകും. വിരുന്നുവാഴിയാൽ നിങ്ങൾ പ്രശംസിക്കപ്പെടുവാനിടയാകും. അതെ, പ്രശ്നപരിഹാരകനായ യേശുവിനെ കേൾക്കുക, അനുസരിക്കുക. കൂടപ്പിറപ്പുകളെ, നിങ്ങളുടെ കുറവുകൾ അറിയുന്നവൻ നിങ്ങൾക്കരികിൽ തന്നെയുണ്ട്. കഴിഞ്ഞകാല പ്രയത്നങ്ങൾ നിങ്ങൾക്ക് പരാജയമായിരുന്നുവെങ്കിൽ, ഒന്നും പോരാതെ വന്നിരിക്കുന്നുവെങ്കിൽ, വലിയൊരു അപമാനത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിൽ, കാക്കുന്നവനായ പരിപാലിക്കുന്നവനായ കർത്താവ് അവൻ നിങ്ങൾക്ക് നൽകുന്നത് ശ്രേഷ്ഠകരമായതാണ്. അത് സുലഭവും ആയിരിക്കുന്നതാണ്. മനസ്സലിയുന്നവൻ അരികിൽ ചെന്ന് അവൻ്റെ കൽപ്പന അനുസരിക്കുക, അത്ഭുതം നിങ്ങളിൽ സംഭവിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് ധ്യാനിച്ച് കേട്ട് ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ചവൻ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കരുതലുകൾ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന കരുതലുകളൊക്കെ തീർന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ. എന്നാൽ അപ്പോഴും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയാൽ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അത് അനുഗ്രഹമായിരിക്കുമെന്നും അത് മാന്യതയുള്ളതാകുമെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അതുതന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനരികിലേക്ക് അടുത്തു വന്ന് കൽപ്പന അനുസരിച്ച്
അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇനിയും അനേകർക്ക് ഇടയായി തീരണമേ എന്നുള്ള ആഗ്രഹത്തോടെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവ് വർദ്ധിപ്പിച്ചു തരുന്ന കരുതൽ, ആ വീഞ്ഞ്, ആ സന്തോഷം അതേറിയ അളവിൽ സുലഭമായി ലഭിക്കുകയും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Ravi